അസ്സലാമു വറഹ്മത്തുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ ജാസ്മിർ ഫൈസൽ, പീസ് പബ്ലിക് സ്കൂൾ വേങ്ങര പ്രിൻസിപ്പളാണ്. എല്ലാ രക്ഷിതാക്കളും അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുമക്കളും കുടുംബാംഗങ്ങളും സുരക്ഷിതരായിട്ട് തന്നെ വീട്ടിലിരിക്കുന്നെന്ന് കരുതുന്നു. COVID-19 എന്ന മഹാമാരി നമുക്കിടയിൽ വരുത്തി വെച്ച ചില ദൗർഭാഗ്യമായ നിമിഷങ്ങൾ മൂലം നമുക്ക് നമ്മുടെ സ്കൂൾ സാധാരണ രീതിയിൽ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലും മാത്രമല്ല ലോകം ഒട്ടാകെ തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് മാറിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കൊരു ചെറിയൊരു ബോധവൽക്കരണ സെഷൻ നൽകാനാണ് ഞാൻ ഈ വോയിസുമായി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ജൂൺ 1 തന്നെ നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം നമ്മുടെ സ്കൂളിൽ തുടങ്ങി. അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഓൺലൈൻ എഡ്യൂക്കേഷന്റെ ഒരു ചെറിയൊരു വിവരണം നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു 3 ടയർ സിസ്റ്റം ആയിട്ടാണ്. ആദ്യമായി നമ്മുടെ സ്കൂളിൽ തിരഞ്ഞെടുത്ത ചില അധ്യാപകരുടെ സബ്ജക്ട് ടീച്ചിങ്ങിന് വേണ്ടി, കോണ്ടന്റ് ടീച്ചിങ്ങിന് വേണ്ടി, പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഓഫ്ലൈൻ വീഡിയോസ് ആണ് ആദ്യമായി നമ്മൾ എടുത്തിട്ടുള്ളത്. അത് പീസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള പോർട്ടലിലേക്ക്, ഓൺലൈൻ പോർട്ടലിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് ഓരോ കുട്ടിക്കും വ്യത്യസ്തമായ ഇൻഡിവിജ്വൽ ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഓരോ കുട്ടിക്കും യൂസർ നെയിമും പാസ്വേഡും കൊടുത്തുകൊണ്ട് ആ പോർട്ടലിലേക്ക് ആക്സസിൽ ചെയ്തുകൊണ്ട് ഓരോ സബ്ജക്റ്റും കാണാനുള്ള ഒരു അവസരമാണ് ആദ്യമായി നമ്മൾ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ ടയർ സിസ്റ്റത്തിൽ നമ്പർ 1. അതിനുശേഷം ഓരോ സബ്ജക്ട് ടീച്ചേഴ്സും സ്കൂളിലെ അതാത് സബ്ജക്ട് ടീച്ചേഴ്സ്, ഓരോ ക്ലാസ്സിൽ എടുക്കുന്ന സബ്ജക്ട് ടീച്ചേഴ്സ് അവരുടെ ഈ ലെസൺ ടീച്ചിങ്ങിന് ശേഷമുള്ള പാഠഭാഗങ്ങളുടെ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ്, അസൈൻമെന്റ്സ്, അസസ്മെന്റ്സ്, അതുപോലെ അഡീഷണൽ എക്സ്പ്ലനേഷൻ, കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ, ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയ്ക്കാണ് നമ്മൾ വാട്സപ്പ് മുഖേനയുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ മാറിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ്, അല്ലെങ്കിൽ 3 ടയർ സിസ്റ്റത്തിൽ സെക്കൻഡ് ടയർ എന്ന് പറയുന്നത്. ഇത് ഒരുപക്ഷെ ചില രക്ഷിതാക്കൾക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. ഒരുപാട് തരത്തിലുള്ള ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിരുന്നു. ഇൻഷാ അല്ലാഹ് അതിനെല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെ അതിലൊക്കെയുള്ള ഒരു മാറ്റം എന്തായാലും നിർബന്ധമായും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് രക്ഷിതാക്കളെ ആമുഖമായി അറിയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട എന്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇത് എല്ലാവർക്കും ആദ്യമായിട്ട് തന്നെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം മുൻപരിചയമില്ലാത്തൊരു മേഖലയിലാണ് നമ്മുടെ ടീച്ചേഴ്സ് ആയാലും രക്ഷിതാക്കളായാലും കുട്ടികളായാലും ഇപ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാകും. ടീച്ചേഴ്സ് എടുത്തിരിക്കുന്ന വീഡിയോ അതിൽ ഒരുപാട് ഏറ്റക്കുറിച്ചുകൾ ഉണ്ടാകും. അതിനെല്ലാം എന്റെ രക്ഷിതാക്കൾ വളരെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് തന്നെ അതിൽ ഒരു അനലിറ്റിക്കലി നിങ്ങൾക്ക് ക്രിറ്റിസൈസ് ചെയ്യാം. അത് ഒരിക്കലും ടീച്ചേഴ്സിന്റെ ആത്മവിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വിമർശനം എന്റെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത്. കാരണം അവരെല്ലാം അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിൽ ഇൻഷാ അല്ലാഹ് കാലക്രമേണ അതിന്റെ ഇന്ററാക്റ്റീവ് മൊഡ്യൂളിലേക്ക് തന്നെ ടീച്ചേഴ്സ് വരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കലും എന്റെ രക്ഷിതാക്കൾ കുട്ടികളുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് അവരുടെ പെർഫോമൻസിനെയോ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അവരുടെ പെർഫോമൻസിനെയോ വിലയിരുത്തുകയോ വിമർശിക്കുകയോ ചെയ്യരുതെന്ന് ആമുഖമായി ഞാൻ എന്റെ രക്ഷിതാക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഒരിക്കലും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ നിങ്ങൾ മറ്റൊരു തരത്തിലുള്ള ഒരു നോർമൽ സ്കൂൾ സ്ട്രീമുമായി കമ്പാരിസൺ ചെയ്യരുത്. കാരണം ഒരിക്കലും എല്ലാവർക്കും അറിയാമല്ലോ, ഓൺലൈൻ സ്ട്രീം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ നോർമൽ സ്കൂൾ സ്ട്രീമിന് ഒരു ഈക്വലന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. എന്നാൽ പോലും നമ്മുടെ ഉള്ള പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കുട്ടികളുടെ അക്കാഡമിക് ഡേയ്സ് നഷ്ടപ്പെടാതെ അവരുടെ പൂർണ്ണ വിദ്യാഭ്യാസം പരമാവധി നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കാനാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന്റെ 3ാമത്തെ ഒരു സ്റ്റേജ് ആയിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ലൈവ് വീഡിയോ കോൺഫറൻസിങ് ചെയ്യുന്നുണ്ട്. ചില ക്ലാസ്സുകൾ ഓൾറെഡി അതിന്റെ ട്രയൽ റൺ തുടങ്ങിക്കഴിഞ്ഞു. വ്യത്യസ്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള സൂം അതല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോം മുഖേന നമ്മൾ ലൈവ് വീഡിയോ കോൺഫറൻസിങ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അത് നമ്മളൊരു 3rd പ്രിഫറൻസ് അതിന് കൊടുത്തത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിലുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഏരിയയിലുള്ള അവസ്ഥ, ഇന്റർനെറ്റ് കണക്ടിവിറ്റി അത്ര തന്നെ ഒരു സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായും മറ്റ് ഒരു
ടൗൺ ബേസ്ഡ് സിറ്റീസിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു നെറ്റ് കണക്ടിവിറ്റി കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ലൈവ് സ്ട്രീമിന് തേർഡ് പ്രിഫറൻസേ കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് മാനസിക സംഘർഷങ്ങൾ വരുത്തുന്നതാണ് കുട്ടികൾക്കായാലും രക്ഷിതാക്കൾക്കായാലും. ഉദ്ദേശിക്കുന്ന ടൈമിൽ നെറ്റ് കണക്ടിവിറ്റിയുടെ കുറവ് മൂലം അതല്ലെങ്കിൽ ഡിവൈസിന്റെ അപര്യാപ്തത മൂലം കുട്ടികൾക്ക് ഓൺലൈൻ ആ ലൈവ് സമയത്ത് സെഷൻ എടുക്കുന്ന സമയത്ത് പ്രസന്റ് ആവാൻ കഴിയുന്നില്ലെങ്കിൽ അത് പലതരത്തിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അത് ഉണ്ടാക്കിയെടുക്കും എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് വാട്സപ്പ് മുഖേനയുള്ള പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. അത് 100% നമുക്കറിയാം. ഇനിയിപ്പോ ഒരു പാരന്റിന് ആ സമയത്ത് എത്താൻ കഴിയില്ലെങ്കിൽ പോലും ആ വാട്സപ്പിലുള്ള എക്സ്ചേഞ്ചസ് അത് അവിടെ തന്നെ ഉള്ളത് കൊണ്ട് ഓഫ്ലൈൻ ആയിട്ടുള്ള ടൈമിലാണെങ്കിൽ പോലും അവർക്ക് മറ്റൊരു സമയത്ത് കാണാം എന്നുള്ളൊരു പരിഹാരമായതുകൊണ്ടാണ് നേരത്തെ തന്നെ പീസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചർച്ച നടത്തി ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും സൗകര്യപ്രദമായ ഒരു മോഡ് എന്നുള്ള നിലക്കാണ് നമ്മൾ വാട്സപ്പിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിനു ഉപരി കുട്ടികൾക്ക് കുറച്ചും കൂടി ഇന്ററാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയും കുട്ടികൾ പരസ്പരം ഒന്ന് കാണുന്നതിന് വേണ്ടിയും നമ്മൾ ലൈവ് കോൺഫറൻസിൽ പോകുന്നതായിരിക്കും. അത് ഇൻഷാ അല്ലാഹ് തേർഡ് സ്റ്റേജ് ആയിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ എല്ലാ രക്ഷിതാക്കളും ഈ ആദ്യമേ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ ഒന്ന് സ്വയം പരിചയപ്പെടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു കാര്യം, രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും പലതരത്തിലുള്ള കൺസേൺസ് ഉണ്ടായിരുന്നു. വാട്സപ്പ് മുഖേന ചെയ്യുമ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് വരുന്ന മെസ്സേജസ്, അതുപോലെ തന്നെ ഡിവിഷൻ വൈസ് ചെയ്യണമെന്നൊക്കെ അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഡിവിഷൻ വൈസ് പോകുമ്പോൾ നമുക്ക് ഏകദേശം 29 ഡിവിഷനോളം വരും. അങ്ങനെ 29 ഡിവിഷന് പോകുമ്പോൾ പെർ ഡേ നമ്മൾ 3 പീരീഡ് കൊടുക്കുമ്പോൾ ഏകദേശം 87ഓളം പീരീഡുകൾ നമുക്ക് ഒരു ദിവസം തന്നെ ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് ചെയ്ത് കഴിയുമ്പോൾ ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്തമായ കുട്ടികൾ വ്യത്യസ്തമായ ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ ഡിവൈസിന്റെ കുറവ് കൊണ്ട് ഒരിക്കലും ഒരു കുട്ടിക്കും ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് നഷ്ടപ്പെടരുത് എന്നുള്ള നിർബന്ധിത ബുദ്ധി കൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പിങ്ങിലേക്ക് പോയത്. പക്ഷെ അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ, രക്ഷിതാക്കളുടെ അസൗകര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് ഡിവിഷൻ വൈസിലേക്ക് തന്നെ പോകുന്നതാണ് എന്ന് എന്റെ രക്ഷിതാക്കളെ അറിയിക്കുകയാണ്. എന്തായാലും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ തന്നെ ഒരു പുതിയൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഉടൻ തന്നെ നമ്മൾ ആ ഒരു റിവൈസ്ഡ് മോഡ്യൂളിലേക്ക് മാറുന്നതായിരിക്കും രക്ഷിതാക്കളെ അറിയിക്കുകയാണ്. അതുപോലെ ഗ്രൂപ്പ് സെറ്റിംഗ്സിൽ നമ്മൾ അഡ്മിൻ ഓൺലി ആക്കിയിട്ടുണ്ട്. അത് മിക്കവാറും ഇൻഷാ അല്ലാഹ് ഇനി ആ അഡ്മിൻ ഓൺലി സിസ്റ്റത്തിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള മെസ്സേജസ് ടീച്ചേഴ്സിന് പേഴ്സണലായിട്ട് അയക്കാനുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് ടീച്ചേഴ്സിന് നൽകിയിട്ടുള്ളത്. ആയതുകൊണ്ട് അതിൽ എല്ലാ രക്ഷിതാക്കളും കുട്ടികൾ ആ കർശനമായ നിർദ്ദേശം നിർബന്ധിത ബുദ്ധിയോടെ തന്നെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എന്റെ രക്ഷിതാക്കൾ പരമാവധി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചില രക്ഷിതാക്കൾക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ട് നേരിട്ടുണ്ടാവും. കാരണം ഒട്ടുമിക്ക രക്ഷിതാക്കളും ഇപ്പോൾ കുട്ടികളോടൊപ്പം തന്നെ ഇരുന്ന് പഠിക്കുന്നൊരു അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് ഈ സമയം ചെലവഴിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. നല്ലതാണ്. അൽഹംദുലില്ലാഹ് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു സഹകരണം നമ്മൾ ഈ ഒരു മോഡുമായിട്ടുള്ളതിൽ വളരെ അഭിനന്ദനാർഹമാണ്. പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുതിർന്ന കുട്ടികൾക്ക് സ്വാഭാവികമായും നിങ്ങളുടെ ഒരു പ്രസൻസ് അവിടെ നിർബന്ധമായിട്ടും ആവശ്യമില്ല. കാരണം അത് ഒരുപക്ഷെ നിങ്ങൾ ഇരിക്കുന്നത് അവരുടെ പഠനത്തെ മോശമായി ബാധിക്കുകയുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ആ നിശ്ചിത സമയത്ത് കുട്ടിക്ക് വേണ്ട എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുക, അവന് വേണ്ട ഡിവൈസും അവന് വേണ്ട എൻവയോൺമെന്റും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇടയ്ക്ക് വെച്ച് നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യുക, അവന് അതിൽ തന്നെയാണോ. കാരണം കുട്ടികൾ നമ്മളെ പലതരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള കഴിവുകളും അവർക്ക് നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആണ്. ഒരേ സ്ക്രീനിൽ തന്നെ വാട്സപ്പും അതുപോലെ ഫേസ്ബുക്കും മറ്റുള്ള സോഷ്യൽ മീഡിയകളൊക്കെ ഓപ്പൺ ചെയ്ത് ഡബിൾ സ്ക്രീൻ വരെ ചെയ്യുന്ന മോഡൽ മൊബൈൽസ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് രക്ഷിതാക്കൾ ഇടയ്ക്കൊന്ന് വന്ന് മോണിറ്റർ ചെയ്യണമെന്നാണ് എനിക്ക് രക്ഷിതാക്കളുടെ അനുഭവമായി പറയാനുള്ളത്. അതേസമയം ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് നിങ്ങളുടെ പ്രസൻസ് ഒരുപക്ഷെ സപ്പോർട്ടീവ് ആയിരിക്കാം. പക്ഷേ നിങ്ങൾ അതിൽ കൂടുതൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. കാരണം പല രക്ഷിതാക്കൾക്കാണ് കൂടുതൽ ആശങ്ക. നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ മറുപടി തരാനും അവർക്ക് ആ രീതിയിൽ പ്രതികരിക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ ആവശ്യമില്ലാത്ത തരത്തിലുള്ളൊരു ആശങ്ക ഈ കാര്യത്തിൽ ചെലുത്തേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിങ്ങനെ ഈ ലൈവ് കോൺഫറൻസിൽ പോകുമ്പോൾ സ്വാഭാവികമായും നെറ്റ് കണക്ടിവിറ്റിയുടെ പ്രശ്നം ഉണ്ടാകും. അതെന്തായാലും ഒരു ട്രയൽ റൺ എന്നുള്ള നിലക്ക് നോക്കിയിട്ട് മാത്രമേ നമ്മളത് ഫുൾ സ്വിംഗിലേക്ക് മാറുന്നുള്ളൂ. എന്തായാലും രക്ഷിതാക്കളുടെ ആശങ്കയെ പരിപൂർണമായും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും ഒരു രക്ഷിതാവിനും അതല്ലെങ്കിൽ ഒരു കുട്ടിക്കും ബുദ്ധിമുട്ടുള്ള തരത്തിൽ നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഒരിക്കൽ കൂടി രക്ഷിതാക്കളെ അറിയിക്കുകയാണ്. എല്ലാ രക്ഷിതാക്കൾക്കും ഓരോ കുട്ടിയുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അത് വെച്ചിട്ട് എല്ലാവരും കയറി നമ്മളുടെ
ഓഫ്ലൈൻ വീഡിയോസ് പോർട്ടൽ കയറി വീഡിയോസ് കാണാൻ കഴിയുമെന്ന് കരുതുന്നുണ്ട്. അതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കുക. തീർച്ചയായും അതിന് പരിഹാരം ഉണ്ടായിരിക്കുന്നതാണ്. ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ചില രക്ഷിതാക്കൾക്ക് യൂസറും പാസ്വേഡും നേരത്തെ തന്നത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഡെമോ പാസ്വേഡ് തന്നിരുന്നു. ആ ഡെമോ പാസ്വേഡ് വെച്ചിട്ട് ആരും ഇനി ലോഗിൻ ചെയ്യരുത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻഡിവിജ്വൽ യൂസറും പാസ്വേഡ് വെച്ചിട്ട് തന്നെ ലോഗിൻ ചെയ്യണമെന്ന് എല്ലാ രക്ഷിതാക്കളോടും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. മറ്റൊരു കാര്യം, രക്ഷിതാക്കളുടെ കൺസേൺ പറഞ്ഞത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ പരമാവധി കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പരമാവധി ടീച്ചേഴ്സ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു നോർമൽ സ്കൂൾ സ്ട്രീമിൽ നിന്ന് കിട്ടുന്ന ഒരു അറ്റൻഷൻ ഒരിക്കലും നമുക്ക് എന്തായാലും ഒരു ഇൻഡിവിജ്വൽ ഇങ്ങനെ ഒരു ഓൺലൈൻ സ്ട്രീമിലേക്ക് പോകുമ്പോൾ കൊടുക്കാൻ കഴിയില്ല. അതിന്റെ അപര്യാപ്തത എല്ലാ രക്ഷിതാക്കളും മനസ്സിലാക്കണം. ഓരോ ടീച്ചേഴ്സിനോടും ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ അയച്ചു തരുന്ന വർക്കുകൾ, പേഴ്സണലായിട്ട് അയച്ചു തരുന്ന വർക്കുകൾ അത് സമയമെടുത്ത് കറക്റ്റ് ചെയ്ത് അതിന് വേണ്ട ഫീഡ്ബാക്ക് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും നൽകണമെന്ന് ടീച്ചേഴ്സിന് ഇൻസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുന്നതായിരിക്കും. അതിൽ എന്തെങ്കിലും വീഴ്ചകൾ വരുന്നുണ്ടെങ്കിൽ എല്ലാ രക്ഷിതാക്കളും നിർബന്ധമായും എന്നെയോ അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പളെയോ ബന്ധപ്പെട്ട് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നോർമൽ സ്കൂൾ സ്ട്രീമിനോട് കമ്പാരിറ്റീവ്ലി ഇതും നല്ലൊരു ബെറ്റർ മോഡ് തന്നെയാണെന്നാണ് പഠനം തെളിയിച്ചിട്ടുള്ളത്. വ്യത്യസ്തമായ സർവേകളും പഠനങ്ങളും അതിന്റെ റിപ്പോർട്ടും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു നോർമൽ സ്കൂൾ സ്ട്രീമിനോട് തന്നെ ഈക്വലന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് കിട്ടുന്ന ഒരു എക്സ്പോഷറാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ളത്. അപ്പോൾ ഒരിക്കലും രക്ഷിതാക്കൾ ഇതിൽ ഒരു ആശങ്കം വേണ്ട. കുട്ടികൾക്ക് സ്കൂൾ സ്ട്രീമിൽ കിട്ടുന്ന പഠനം അതേ രീതിയിൽ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കം വേണ്ട എന്ന് അറിയിക്കുകയാണ്. അതുപോലെ നമ്മൾ കുട്ടികൾക്ക് ഡിവൈസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ബിഗ് സൈസ് സ്ക്രീൻ തന്നെയാണ്. അതായത് ഒന്നുകിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ മോണിറ്റർ ആണ് ഫസ്റ്റ് പ്രിഫറൻസ്. അത് കൊടുക്കാൻ കഴിയുന്ന രക്ഷിതാക്കൾ പരമാവധി അത് തന്നെ എൻഷുർ ചെയ്യുക. അതില്ലാത്ത ആളുകൾ ഒരു ടാബ്, അതിന്റെ ഒരു സ്മോളർ സൈസ് ആയിട്ടുള്ള ടാബ്, അതും ഇല്ലാത്ത ആളുകൾ നല്ലൊരു ആൻഡ്രോയിഡ് ഫോണ്, നല്ലൊരു വൈഡ് സ്ക്രീനുള്ള ഒരു ആൻഡ്രോയിഡ് ഫോണ് കുട്ടികൾക്ക് ഉറപ്പുവരുത്തണമെന്ന് രക്ഷിതാക്കൾ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ അവർക്ക് വേണ്ട നല്ലൊരു ലേണിംഗ് എൻവയോൺമെന്റ് ആണ്. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സൗണ്ടുകളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസോ ഇല്ലാതെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു പ്രതീതി കിട്ടുന്ന തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് നിങ്ങൾ എൻഷുർ ചെയ്യുക. പരമാവധി കുട്ടികൾ കുളിച്ച് ഫ്രഷായി നല്ല വസ്ത്രം ധരിച്ച്, അത് യൂണിഫോം ആണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം അപ്പോഴാണ് അവർക്ക് സ്കൂളിൽ വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. സ്കൂൾ യൂണിഫോമിൽ തന്നെ അവർ ഇരിക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു സ്കൂളിലെ എൻവയോൺമെന്റ് തന്നെ അവർക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഒരു തരത്തിൽ രക്ഷിതാക്കൾ കുട്ടികൾ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം അവർക്ക് ഉറപ്പുവരുത്തണമെന്ന് എന്റെ രക്ഷിതാക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. രക്ഷിതാക്കളുടെ പ്രസൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു മോണിറ്ററിംഗ് ആണ് ഇവിടെ ആവശ്യം. നിങ്ങൾ കൂടുതലും ഇതിൽ ഇൻവോൾവ് ആവണ്ട. കാരണം അങ്ങനെയാകുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും മാനസികമായ ഒരുപാട് സംഘർഷങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. കുടുംബ പശ്ചാത്തലവും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൂടി ചേർത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ രക്ഷിതാക്കൾ കുട്ടികളുടെ കൂടെ ഇരിക്കുന്നതിന് പകരം അവരുടെ ഒരു മോണിറ്ററിങ്, അവരൊന്ന് കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രതീതി അവർക്ക് വരുത്തണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളുടെ രക്ഷിതാക്കൾ പറയാനുള്ളത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും നിങ്ങൾ നമ്മുടെ ടീച്ചേഴ്സ് എടുക്കുന്ന പാഠഭാഗങ്ങളെയോ അല്ലെങ്കിൽ സ്കൂളിന്റെ സിസ്റ്റത്തെയോ ഒരിക്കലും നിങ്ങൾ കുട്ടിയുടെ പ്രസൻസിൽ അല്ലെങ്കിൽ ആ ടീച്ചറിനെ ആ സാഹചര്യത്തിൽ വെച്ചിട്ട് ഒരിക്കലും കറക്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ വിമർശിക്കാനോ ഒരിക്കലും പോകരുത്. കാരണം അത് നമ്മൾ അറിയാതെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാപമാണ്. നമ്മുടെ മക്കളോടും നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിനോടും നമ്മുടെ ടീച്ചറിനോടും ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ്. അങ്ങനെ എന്തെങ്കിലും രക്ഷകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വാട്സപ്പ് മുഖേനയോ അതല്ലെങ്കിൽ ഓവർ ഫോൺ മുഖേനയോ കോൾ മുഖേനയോ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ അറിയിക്കുന്നതാണെന്ന് പോസിറ്റീവായിട്ട് തരത്തിൽ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഈ ഒരു അവസരത്തിൽ വളരെ ഖേദകരമായ ഒരു കാര്യത്തിന്റെ രക്ഷിതാക്കളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മുടെ ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാനസികമായ സാഹചര്യങ്ങളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആർക്കും പരിചയമില്ലാത്ത ഒരു സിസ്റ്റത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ COVID-19 എന്ന മഹാമാരി നമുക്ക് തന്നിരിക്കുന്നത് ഒരു ന്യൂ നോർമൽ ലൈഫിലേക്കാണ്, ഒരു പുതിയ സാധാരണ ജീവിതം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷ. പക്ഷേ ഈ സാഹചര്യത്തിൽ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും ചില രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും ഫീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും അതുപോലെ ആശങ്കകളും വാക്കാൽ മുഖേനയും ഫോൺ മുഖേനയൊക്കെ നമ്മൾ അറിയിച്ചിരുന്നു. രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഫീസുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരിക്കലും ഒരു കോംപ്രമൈസിങ് ചെയ്യാൻ കഴിയില്ല. കാരണം ടീച്ചേഴ്സ് 100% അതിൽ വർക്ക്ഹോളിക്കാണ്, അവരത് ചെയ്യുന്നുണ്ട്.
വളരെ ഖേദകരമായ ഒരു അവസ്ഥ, 1-2 രക്ഷിതാക്കൾ ടീച്ചേഴ്സിന്റെ അവരെടുക്കുന്ന എഫേർട്ടിനെ വളരെ മൂല്യം കുറച്ച് കാണുകയും 25% ടീച്ചേഴ്സും 75% പാരന്റ്സുമാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ടായി. വളരെ ചുരുങ്ങിയ 1-2 പാരന്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഒരിക്കലും അങ്ങനെയല്ല. പൂർണ്ണമായും ഈ സിസ്റ്റത്തിൽ നമ്മൾ ഇൻവോൾവ് ആയതുകൊണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും ടീച്ചേഴ്സിനും അവരുടെ വർക്ക് കൂടിയിട്ടേ ഉള്ളൂ. അത് മാനസികമായും ശാരീരികമായും അവരുടെ മറ്റു തരത്തിലുള്ള ഇൻകേസ് സാമ്പത്തികമായും, കാരണം നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ട മറ്റുള്ള സപ്പോർട്ടൊന്നും നമ്മൾ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ഭാഗത്തുനിന്ന് അവരെടുക്കുന്ന എഫേർട്ടിനെ നമ്മൾ പൂർണ്ണമായും അംഗീകരിക്കുകയും അതിനെ കാണുകയും ചെയ്യണമെന്ന് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റൊരു വിഷയം, സ്കൂളിന്റെ ചെലവുമായി ബന്ധപ്പെട്ട് സ്കൂളിന് ചെലവ് കുറവാണ്, അപ്പോൾ ഓൺലൈൻ ഫീസ് കുറക്കണം എന്നുള്ളൊരു റിക്വസ്റ്റും പല രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും വന്നിരുന്നു. ഈ ഒരു വിഷയത്തിൽ എന്റെ രക്ഷിതാക്കളോട് അറിയിക്കാനുള്ളത്, നമുക്ക് വരുമാനം കുറഞ്ഞെങ്കിലും ചെലവ് കുറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ സാലറി മുഖേന എല്ലാ അധ്യാപകർക്കും അതുപോലെ ടീച്ചിങ് സ്റ്റാഫിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും ഓഫീസ് സ്റ്റാഫിനും എല്ലാവരും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ആയാലും അതുപോലെ മറ്റു മേഖലയായാലും അതിൽ നമുക്ക് ഇൻകം കുറഞ്ഞെങ്കിലും എക്സ്പെൻസിൽ നമ്മൾ കുറവ് വന്നിട്ടില്ല. കാരണം അവർക്കൊക്കെ നമ്മൾ സാലറി കൊടുക്കുന്നത് തന്നെ എല്ലാ രക്ഷിതാക്കളും ഈ ഫീസ് അടക്കാതെ നമുക്ക് ഈ സിസ്റ്റമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി ഏതെങ്കിലും ഒരു രക്ഷിതാവ് നിർബന്ധിത ബുദ്ധി കൊടുക്കാൻ ഫീസ് അടക്കാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ സ്വാഭാവികമായും ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്റെ രക്ഷിതാക്കളോട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പറയാനുള്ളത്, ഇതൊരിക്കലും സ്കൂൾ മാനേജ്മെന്റിനെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയോ അല്ല ഇത് ബാധിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ ഇത് ബാധിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും അതുപോലെ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന അധ്യാപകരെയുമാണ്. കാരണം ഫീസ് കൊടുക്കാതെ ഒരിക്കലും നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അധ്യാപകർക്ക് നമ്മൾ ശമ്പളം കൊടുക്കണം, അവർക്ക് നമുക്ക് അവരുടെ എഫേർട്ട് നമ്മൾ കാണണം. അപ്പോൾ ഇങ്ങനെ ഒരു ഫീസ് തരാതെ നിൽക്കുന്ന ഒരു നിലപാടുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ സിസ്റ്റം സ്റ്റക്ക് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ബാധിക്കുന്നത് പൂർണ്ണമായും നമ്മുടെ മക്കളെയും അവരുടെ നല്ല വിദ്യാഭ്യാസത്തെയും അതുപോലെ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന അധ്യാപകരുടെ മാനസികമായ സാഹചര്യത്തെയുമായി ബാധിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഈ ഒരു വിഷയത്തെ വളരെ പോസിറ്റീവായി കണ്ടുകൊണ്ട് തന്നെ സ്കൂളുമായി ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ, ഈ പ്രതിസന്ധി സാഹചര്യത്തിൽ കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ മൂലം നമ്മുടെ സ്കൂളിൽ നഷ്ടപ്പെട്ടു പോകുന്ന അധ്യയന ദിവസങ്ങൾ, സമയങ്ങൾ ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബിന്റെ അനുഗ്രഹത്താൽ നമുക്ക് നമ്മുടെ സ്കൂൾ നോർമലൈസേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവധി ദിവസങ്ങളൊക്കെ വെട്ടിച്ചുരുക്കി, അതുപോലെ തന്നെ മറ്റുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അൺനെസസറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വെട്ടിച്ചുരുക്കി അക്കാഡമിക് ഭാഗത്ത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുമെന്ന് രക്ഷിതാക്കളെ ഉറപ്പ് നൽകുകയാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഇതുവരെ നാളെ വരെ നിങ്ങൾ നൽകിയ സഹകരണവും പിന്തുണയും തുടർന്നും നമ്മുടെ ഈ പീസ് സ്കൂളിലും ഈ പീസ് ഫാമിലിക്കും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.